നമസ്കാരം. തിരുവനന്തപുരം കഴക്കൂട്ടം നെഹ്റു ജംഗ്ഷനിൽ നടന്ന ബോംബേറിൽ 2 പേർക്ക് പരിക്കേറ്റു. കാപ്പ കേസിലെ പ്രതികളായ അഖിൽ, വിവേക് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് ഉച്ചയോടെ ജംഗ്ഷനിൽ റോഡിൽ നിന്നിരുന്ന ഇവർക്ക് നേരെ ബൈക്കിലെത്തിയ മുഖംമൂടിക്കാരായ 2 പേർ നാടൻ ബോംബ് എറിയുകയായിരുന്നു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമി സംഘം സ്ഥലത്ത് നിന്ന് കടന്നുകളഞ്ഞു. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷമാണെന്നാണ് പ്രാഥമിക വിവരം. അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ അന്വേഷണങ്ങൾ പോലീസ് നടത്തി വരികയാണ്. തിരുവനന്തപുരത്ത് നഗരപ്രദേശങ്ങളിലും മറ്റും ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ആക്രമണങ്ങൾ പതിവാണ്. നേരത്തെ 17 വയസ്സുള്ള ഒരു കുട്ടിക്ക് ബോംബ് പൊട്ടിത്തെറിച്ച് പരിക്കേറ്റിരുന്നു. അതും കഴക്കൂട്ടത്തിന് സമീപമാണ്. ഇത്തരത്തിൽ വ്യാപകമായി ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള അതിക്രമങ്ങളും സംഘർഷങ്ങളും തലസ്ഥാന നഗരിയിൽ പലയിടങ്ങളിലും പെരുകുകയാണ് എന്ന റിപ്പോർട്ടുണ്ടായിട്ടും പോലീസ് നിഷ്ക്രിയമായി നിൽക്കുകയാണ്. അന്വേഷണങ്ങൾ വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നുള്ള പരാതിയും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. പ്രദേശത്ത് പോലീസ് എത്തിയിട്ടുണ്ട്. അന്വേഷണങ്ങൾ തുടരുകയാണ്. ബൈക്കിൽ എത്തിയ അക്രമി സംഘങ്ങളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവരെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് കഴക്കൂട്ടം പോലീസ് അറിയിച്ചു.